മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. സഞ്ചാർ സാഥിയിൽ നിലപാട് മാറ്റി കേന്ദ്രം. ആപ്പ് നിർബന്ധമായി പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ ആപ്പ് നിർബന്ധമല്ലെന്നും ഉപഭോക്താക്കൾക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ടാകുമെന്നും കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഇന്നലെ പറഞ്ഞിരുന്നു. സൈബർ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആപ്പ് എന്നും വിവരങ്ങൾ ചോർത്താനല്ലെന്നും മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ആവശ്യമെങ്കിൽ ആപ്പ് ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താനാണ് ആപ്പ് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. വിവരങ്ങളുമായി ഫൈസൽ അസിസ്റ്റ് ആയിരുന്നു. ഫൈസൽ, സഞ്ചാർ സാഥിയിൽ വീണ്ടും നിലപാട് മാറ്റിയിരിക്കുകയാണ് കേന്ദ്രം. നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്യേണ്ടെന്നൊക്കെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആപ്പിൾ ഇത്തരത്തിൽ ആപ്പ് തങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യില്ല എന്നൊരു നിലപാടൊക്കെ വരുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്രം നിലപാട് മാറ്റിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തയാണത്. അതായത് സഞ്ചാർ സാഥി ആപ്പിൽ നിന്ന് കേന്ദ്രം അല്പം പിന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അതായത് ഈ സഞ്ചാർ സാഥി ആപ്പ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കേന്ദ്രം വിശദമാക്കുന്നത് സൈബർ സെക്യൂരിറ്റി ആപ്പാണെന്നാണ് ഇത് കേന്ദ്രം വിശദമാക്കുന്നത്. അതായത് നമുക്കറിയാം, ഈ രാജ്യത്ത് നിരവധി സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൈബർ കുറ്റകൃത്യങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഫോണിൻ്റെ EMI നമ്പറൊക്കെ മാറ്റിക്കൊണ്ട് നിരവധി തട്ടിപ്പുകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ പ്രതിരോധിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സഞ്ചാർ സാഥി ആപ്പ് എന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫോണുകൾക്ക്, അതായത് നവംബർ 21-നാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഉത്തരവ് ഇറങ്ങിയത്. അതായത് ഈ ഫോണുകൾക്ക് ഇത് നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം എന്നുള്ളൊരു നിർബന്ധമായും പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണമെന്നാണ് കേന്ദ്ര ടെലികോം മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് ഇത് കോൺഗ്രസ് ചോദ്യം ചെയ്യുകയുണ്ടായി. അതായത് എന്തുകൊണ്ടാണ് അതായത് KC വേണുഗോപാൽ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ പറഞ്ഞത്, ഇത് ബിഗ് ബ്രദറിന് ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താനും ജനങ്ങളുടെ വിവരങ്ങളൊക്കെ ചാറ്റും മെസ്സേജും ഒക്കെ ചോർത്താൻ വേണ്ടിയാണ്, ഓഡിയോ കോൾ ഉൾപ്പെടെ ചോർത്താൻ വേണ്ടിയാണെന്നാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചത്. അതിന് പിന്നാലെ മറുപടിയുമായി കേന്ദ്ര ടെലികോം മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ രംഗത്തെത്തുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഇത് സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ ജനങ്ങളുടെ വിവരങ്ങൾ ചോർത്താനോ ഒന്നുമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത്. ഈ പ്രീ ഇൻസ്റ്റാളേഷനും ഒഴിവാക്കിയിരിക്കുന്നു. വേണമെങ്കിൽ നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്യാം, പ്ലേ സ്റ്റോറിൽ ആപ്പ് സ്റ്റോറിൽ ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ, സൈബർ സെക്യൂരിറ്റി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം എന്നുള്ളൊരു നിലപാടിലെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു സഞ്ചാർ സാഥി ആപ്പിന്റെ വിഷയത്തിൽ. അരുണിമ, ശരി, വ്യക്തമാണ്. സഞ്ചാർ സാഥിയിൽ നിലപാട് മാറ്റിയിരിക്കുകയാണ് കേന്ദ്രം. സ്മാർട്ട് ഫോണുകളിൽ ടെലികോം വകുപ്പിന്റെ സഞ്ചാർ സാഥി മൊബൈൽ ആപ്പ് നിർബന്ധമാക്കുന്നു എന്നൊരു രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നത്. 90 ദിവസത്തിനുള്ളിൽ എല്ലാ കമ്പനികളും ഇനി നിർമ്മിക്കാനിരിക്കുന്ന ഫോണുകളിലും ഇതിനകം വിപണിയിലെത്തിച്ച ഫോണുകളിലും ഈ ആപ്പ് നിർബന്ധമാക്കാനൊക്കെ ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എതിർപ്പുകൾ വന്നതോടെയാണ് സഞ്ചാർ സാഥിയിൽ നിലപാട് മാറ്റിയിരിക്കുന്നത്. ആപ്പ് നിർബന്ധമായി പ്രീ ഇൻസ്റ്റാൾ ചെയ്യണ്ട എന്നാണ് കേന്ദ്രം അറിയിക്കുന്നത്. അതേസമയം വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകുമെന്നും കേന്ദ്ര ടെലികോം മന്ത്രി പറഞ്ഞിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഫൈസൽ അസീസാണ്.